എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടി ഇപ്പോൾ ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 30 അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അപേക്ഷ ആരംഭിച്ചു എന്നുള്ളത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് അധിക കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ള ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സ്കൂളുകളിൽ ഏത് കോഴ്സുകൾക്ക് വേണമെങ്കിലും ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ വ്യൂ വാക്കൻസി, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്കൻസി ഇവിടെ കാണാൻ പറ്റും, വ്യൂ വാക്കൻസി കാണാം. അതുപോലെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് അഡ്മിഷൻ രജിസ്ട്രേഷൻ, അതായത് നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. ജസ്റ്റ് അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ഓപ്ഷൻ കാണാൻ പറ്റും. വാക്കൻസി ആണ് അറിയേണ്ടതെങ്കിൽ വ്യൂ വാക്കൻസി എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളായിരിക്കും. അതുപോലെ അപേക്ഷയിൽ തെറ്റുകൾ കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഇവിടെ ലോഗിൻ ഓപ്ഷൻ കാണാം. ഈ ഒരു ലോഗിനിൽ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ അവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം. അതുകൂടി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വാക്കൻസി മനസ്സിലാക്കുന്നതിനായിട്ട് വ്യൂ വാക്കൻസിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ലോഡായിട്ട് വരും. അപ്പോൾ ഓരോ സ്കൂളിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് കാണാം. ഇവിടെ 0 വേക്കൻസി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിൽ പങ്കെടുത്ത്, അതായത് ആ ഒരു 0 വേക്കൻസി ഉള്ളിടത്ത് കൂടി ഓപ്ഷൻ വെക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് 0 വേക്കൻസി ഉള്ളിടത്ത് മാത്രം വെക്കരുത്, അതായത് അത് മാത്രം വെക്കരുത്. അതായത് അത് മാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഇവിടെ 11 വേക്കൻസി ഉള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സിൽ വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്ക് കൂടി വെക്കുക, അതുപോലെ കോഴ്സുകളിലേക്ക് കൂടി വെക്കുക. അതുപോലെ വേക്കൻസി ഇല്ലാത്തത് കൂടി വെക്കുക. അല്ലാതെ വേക്കൻസി 0 മാത്രം ഉള്ളത് മാത്രം വെക്കരുത്, അതായത് അത് മാത്രമായിട്ട് വെക്കരുത് എന്നാണ് പറഞ്ഞുള്ളത്. അതോടൊപ്പം വേക്കൻസി ഉള്ള കോഴ്സുകളിലേക്ക് കൂടി ഓപ്ഷനുകൾ നൽകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള എങ്ങനെയാണെന്ന കാര്യം നോക്കാം. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യണം. ഇവിടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ടുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിനോ മൊബൈൽ നമ്പർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ആ ഒരു മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഫുള്ളായിട്ട് നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൽ ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷാ സമർപ്പണം, അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ 26/06, അതായത് 26/06/2025 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും, അതായത് മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് 2025 ജൂൺ 26 മുതൽ അപേക്ഷിക്കാവുന്നതാണ്. അതായത് ഇന്ന് മുതൽ അപേക്ഷിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാവാത്തവർക്കും ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാം. തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന്
പരിഗണിക്കുന്നതിനായിട്ട് അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിൽ NSQF അധിഷ്ഠിത 43 കോഴ്സുകളിലേക്കാണ്, അതായത് NSQF അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, അതായത് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു 43 കോഴ്സുകളിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. അപേക്ഷയിലെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, SSLC മാർക്ക് ലിസ്റ്റിൽ എല്ലാ കാറ്റഗറികളും അപേക്ഷയിലേക്ക് അതുപോലെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഈഴവ, മുസ്ലിം, മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, പിന്നോക്ക ക്രിസ്ത്യൻ, ലത്തീൻ കത്തോലിക്ക, ധീവര, വിശ്വകർമ്മ, കുശവൻ, കുടുംബി എന്നീ SSLCയിൽ പൊതുവെ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഇവ ഓരോന്നും പ്രത്യേക കാറ്റഗറി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഓരോ ജാതിയുടെയും കാറ്റഗറി മനസ്സിലാക്കുന്നതിന് പ്രോസ്പെക്ടസിൽ അനുബന്ധം 3 നോക്കുക. അതുപോലെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു VHS CAP വെബ്സൈറ്റിലൂടെ ലോഗിൻ ചെയ്താണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പുതിയ ആ രജിസ്റ്റർ ഓപ്ഷൻ വഴി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകിയിട്ട് വേണം നിങ്ങളുടെ ഓപ്ഷനുകൾ നൽകാനായിട്ട്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ടതുമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പ്രവേശനം കഴിഞ്ഞിട്ടുള്ള ഒഴിവുകളിലായിരിക്കും സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികളെ പരിഗണിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേക്കൻസി കണക്കിലെടുക്കാതെ തന്നെ ആവശ്യമുള്ള സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് അപേക്ഷിക്കണമെന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണം. വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.